മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെ പങ്ക് എന്ത് എന്ന് ഒന്ന് ചിന്തിക്കുവാനാണ് അച്ഛൻ ആഗ്രഹിക്കുക. വാസ്തവത്തിൽ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കേണ്ട മാതാപിതാക്കൾ ആ ജോലി വിട്ടു. അതുകൊണ്ട് ഇന്നത്തെ വിദ്യാഭ്യാസം തകർന്നിരിക്കുന്നു എന്ന് നമുക്ക് ഏറ്റവും പരിചിതനായ വിദ്യാഭ്യാസ പണ്ഡിതൻ സുകുമാർ അഴീക്കോട് പറയുകയുണ്ടായി. അപ്പോൾ ആ സൂചന നമുക്കറിയാം, മാതാപിതാക്കളുടെ റോളിൽ ഒരു ചെറിയ പാളിച്ചകൾ വന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ 2 ലക്ഷ്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഒന്ന് വിജ്ഞാന സമ്പാദനമാണ്, മറ്റൊന്ന് സ്വഭാവ രൂപവൽക്കരണമാണ്. എങ്ങനെ മനുഷ്യനോട് ഇടപെടണം, എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം, ഇത് രണ്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. സുഭാഷിതം 1:7 പറയുന്നുണ്ട്, ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം എന്ന്. വ്യക്തിത്വ വികസനത്തെ ബാധിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. നമുക്കെല്ലാം അറിയാം, മാതാപിതാക്കൾ, അധ്യാപകർ, സ്കൂള്, അന്തരീക്ഷം, അതുപോലെ മറ്റ് അവരോട് ഇടപെടുന്ന വ്യക്തികളുടെ ഇടപെടലുകൾ, സഭ, ഇതൊക്കെ ബാധിക്കുന്നതാണ്. പക്ഷേ ഇതിലെല്ലാം പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു ഫോഴ്സ്, ഒരു ശക്തി എന്ന് ഞാൻ പറയും, മാതാപിതാക്കളാണ്. കുഞ്ഞുങ്ങളുടെ ജനനത്തെ വളരെ സ്വീകാര്യതയോടെ കാണണം, വിശദീകരിക്കുന്നില്ല, വളരെ സന്തോഷത്തോടെ സ്വീകരിക്കണം. ജനിച്ചു കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടം കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് മാത്രം വളർത്തും. സുഭാഷിതം 15:1 പറയുന്നുണ്ട്, സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു. അപ്പോൾ നമുക്കറിയാം, മാതാപിതാക്കൾക്ക് സൗമ്യമായ കൊച്ചിനെ ഇടപെടാൻ, പിള്ളേരോട് സംസാരിക്കാൻ, ചിലപ്പോൾ അറിയാതെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് അരിശത്തോടെ ഇടപെടുമ്പോൾ കുട്ടികളിലും കോപം ഉളവാകും എന്ന് തന്നെയാണ് വചനം പറഞ്ഞു വെക്കുക. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമീപനം മാതാപിതാക്കൾ കൊടുക്കണം. അവർ സ്വതന്ത്രമായിട്ട് വളരട്ടെ, അതോടൊപ്പം നിയന്ത്രണവും വേണം. സാധാരണഗതി പറയാറുള്ള പോലെ അപ്പൻ്റെ തഴമ്പുള്ള കൈയും അമ്മയുടെ മൃദുലമായ കൈയും ഒന്നിച്ചു തഴുകിയെങ്കിലേ കുഞ്ഞുങ്ങൾ വളരേണ്ടതുപോലെ വളരുകയുള്ളൂ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മാതാപിതാക്കളുടെ പ്രോത്സാഹനവും ശിക്ഷണവും കുട്ടികൾക്ക് ആവശ്യമാണ്. അവർക്ക് പഠിച്ചു മുന്നേറുവാൻ അത് വളരെ സഹായകമാണ് എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് നമുക്ക് കടന്നു നോക്കാം. ഇന്നത്തെ ആദ്യത്തെ കത്ത് ആരുടേതാണ് നിമ്മി? ആദ്യത്തെ കത്ത് ഗൾഫിൽ നിന്നും തോമസ് വർഗീസ് എഴുതുന്നതാണ്. ബഹുമാനപ്പെട്ട ലൂയിസ് അച്ഛ, എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. അവർ നാട്ടിലാണ്. ഞങ്ങളുടെ കുടുംബജീവിതം സന്തോഷപ്രദമെന്ന് പറയാം. എന്നാൽ ഈയിടെയായി എന്നെ അലട്ടുന്ന വലിയ പ്രതിസന്ധിയിലാണ് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒരു സ്ത്രീയുമായി വർഷങ്ങളായി തെറ്റായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. അത് എൻ്റെ ജോലിയുടെ ഭാഗമെന്നോണം തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ്. എന്നാൽ അടുത്തയിടെ എൻ്റെ ഒരു സ്നേഹിതൻ വഴിയായി ഞാൻ ഇവിടെയുള്ള പ്രാർത്ഥനയ്ക്ക് പോയി. അവിടുത്തെ വചനപ്രഘോഷണവും പ്രാർത്ഥനയും എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. വലിയ കുറ്റബോധവും പാപബോധവും എന്നെ അലട്ടുന്നു. ഇതിൽ നിന്ന് ഒഴിയണമെങ്കിൽ ഞാൻ ജോലി ഉപേക്ഷിച്ചു പോയേ പറ്റൂ. ജോലി ഉപേക്ഷിച്ചാൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോറ്റും എന്ന ആശങ്കയിലുമാണ് ഞാൻ. എന്ത് ചെയ്യണം? അച്ഛൻ ഇതിനാവശ്യമായ ഉപദേശം തരണമേ. തോമസ് വർഗീസിൻ്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ എളുപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്. എളുപ്പമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എങ്കിലും തമ്പുരാൻ്റെ നാമത്തിൽ ചിന്തിക്കുമ്പോൾ ആ ബന്ധം ശരിയല്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറണം. ഞാൻ പറയുമ്പോൾ ഹൃദയമില്ലാത്തവനെ പോലെ പറയുകയാണെന്ന് ചിന്തിക്കരുത്. സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ചെയ്യുന്നത് തെറ്റാണെന്ന് ആ സ്ത്രീയെ പറഞ്ഞു മനസ്സിലാക്കി, മനസ്സാക്ഷിയുടെ പ്രശ്നമെന്ന നിലയിലും ആത്മാവിൻ്റെ രക്ഷ ഏറ്റവും പ്രധാനമായതിനാലും നിങ്ങളുടെ അടുപ്പ് എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആത്മധൈര്യം എടുക്കണം. അതവളെ സ്വീകരിക്കുകയല്ലെന്നോ അല്ലെങ്കിൽ അവളത് പ്രശ്നം ഉണ്ടാക്കുമെന്നോ ഒന്നും കരുതണ്ട. കാരണം നമ്മുടെ മനസ്സിലത് ബോധ്യമായിട്ടുണ്ട്, അത് തെറ്റാണെന്ന്, തെറ്റായ ബന്ധമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട്
അതുകൊണ്ട് അത് തുറന്ന് പറയണം. അത് ചില മൈൽഡായിട്ട് ദൈവത്തോടുള്ള ബന്ധം, എൻ്റെ മനസ്സാക്ഷി, ഇതൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനിവിടെ നല്ലൊരു ഉദാഹരണത്തിലേക്ക് കിടക്കുകയാണ്. ഉൽപ്പത്തി 39 7 മുതൽ 8 വരെ വാക്യങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പോത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് യൗസേപ്പിൽ താല്പര്യം തോന്നി. യൗസേപ്പ് അതിനെ എതിർക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഫലവും നമുക്കറിയാം. കുറ്റം യൗസേപ്പിലാണ് ആരോപിക്കപ്പെട്ടത് ആദ്യം. എങ്കിലും ആത്യന്തികമായിട്ട് ദൈവം ദൈവത്തിൻ്റെ പരിപാലനയിൽ യൗസേപ്പ് നീതിമാനാണെന്നും യൗസേപ്പിനെ വലിയ സ്ഥാനത്തേക്ക് ഉയർത്തുവാനും ഇടയായി എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ജോലി ഇതിനാൽ നഷ്ടപ്പെടും എന്ന് കരുതേണ്ട. ഞാനൊരു ഊഹത്തിലങ്ങനെ പറയുകയല്ല. ചില സഹനങ്ങൾ ഇതിൻ്റെ പേരിലുണ്ടായാലും ആത്യന്തികമായ ദൈവം തോമസ് വർഗീസിനെ രക്ഷിക്കും, വിജയിപ്പിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് കുടുംബജീവിത വിജയത്തിനും ആവശ്യമാണ്. ശരിയാണ്, അവർ നാട്ടിലാണ്, പക്ഷെ അവരോടുള്ള ബന്ധത്തിനും അടുപ്പത്തിനും ഒക്കെ അത് ആവശ്യമാണ്. തമ്പുരാൻ്റെ ഇഷ്ടത്തിനായിട്ട് നാം മുൻകൈ എടുക്കുമ്പോൾ നമ്മെ ദൈവം കൈവിടുകയില്ല. അതുപോലെ തീർച്ചയായിട്ടും ഗൾഫിൽ എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടെങ്കിലും ഒരു നല്ല കുമ്പസാരം നടത്തി വിശുദ്ധിയിലേക്ക് തിരിച്ചു വരണം. തീർച്ചയായിട്ടും ഞാൻ അതിനായിട്ട് പ്രാർത്ഥിക്കാം. തോമസ് വർഗീസേ, അതാണ് എൻ്റെ എളിയ അഭിപ്രായം. എന്താണ് നിമ്മിക്ക് പറയാനുള്ളത്? പറയാനുള്ളത് തെറ്റ് തന്നെയാണ്. ഒരു ഭാര്യ ഇരിക്കെ വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുക അത് വളരെ ഗൗരവമേറിയ തെറ്റാണ്. പക്ഷെ ഇവന് അത് തെറ്റാണെന്നുള്ള ബോധ്യം കിട്ടിയ സ്ഥിതിക്ക് ഒരു സർപ്പത്തിൽ നിന്ന് ഓടിയകലുന്നത് പോലെ തന്നെ ഈ പാപത്തിൽ നിന്ന് ഓടിയകന്നു നാട്ടിൽ തന്നെ തിരിച്ചു പോകുന്നതാണ് നല്ലത്. ആ ഭാര്യയെ മൊത്തം ജീവിക്കുന്നത്. ഇവിടെ ജോലി ഉപേക്ഷിച്ച് പോയി ഇപ്പം വിദേശത്ത് തന്നെ ജീവിച്ചാലേ ജീവിക്കാവുള്ളൂ എന്ന് വരുന്നില്ലല്ലോ. നാട്ടിൽ വന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് ഭാര്യയും മക്കളുമായിട്ട് സന്തോഷത്തോടെ കഴിയുന്നതാണ് ഉചിതം. നിമ്മെ അഭിപ്രായപ്പെടുന്നത് ധീരതയോടുകൂടി ജോലി നഷ്ടപ്പെടാൻ ഇടയായാൽ പോലും അതിൽ നിന്ന് മാറണം, പാപസാഹചര്യം ഓടി അകലണം എന്നുള്ള ആശയമാണ് പറയുന്നത്. എന്ത് പറയുന്നു? എനിക്കച്ചാ, ഞാൻ ഗൾഫ് കാലം കുറേ വർഷങ്ങൾക്കപ്പുറം ഞാനും അവിടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ എനിക്ക് കുറേ കൂടെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈശോ വളരെ വ്യക്തമായിട്ട്, നിൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് ദൂരെ കളയാൻ. 2 കണ്ണുള്ളവനായിട്ട് നരകാഗ്നിയിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റ കണ്ണനായിട്ട് നീ പോകുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ കർശനമാണ് ആ കാര്യത്തിലൊക്കെ ഈശോയുടെ നിർദ്ദേശങ്ങൾ. ഇത് ഒരു കാരണവശാലും ഒരു കോംപ്രമൈസിനും പറ്റില്ലാത്ത വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു പക്ഷേയെങ്കിലേ ഗൾഫിലെ സാഹചര്യത്തിൽ അവനതൊരു പൊൻതൂവലായിട്ട് കണ്ടു കാണാം. എനിക്ക് എവിടെയുണ്ട് അവിടെയുണ്ട്, ആളുകളോട് ചിലപ്പം നമുക്ക് വിളയ്ക്കുന്നും വരാം. ചില സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിച്ചെന്നും വരാം. അവൻ അവൻ്റെ ജോലിയുടെ ഭാഗമാണെന്നൊക്കെ പോലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അവനെ ഏത് ജോലിയാണെന്ന് നമുക്കറിയത്തില്ലേ പോലും. ഗൾഫിലെ സാഹചര്യത്തിൽ ചിലർ നിർബന്ധിതരാകുന്ന ചില സാഹചര്യങ്ങൾ എനിക്കറിയാം, ചില തന്മയ്ക്ക്. അവിടെയൊക്കെ ധീരമായ സ്റ്റെപ്പ് എടുത്തിട്ടുള്ളവർ അനുഗ്രഹീതരായിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം പ്രിയ തോമസ് വർഗീസിനോട് ഞാൻ പറയുക. ഞാൻ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് എനിക്കും ഇതല്ലെങ്കിലും ഇതിനോട് സമാനമായ ചില തിന്മയ്ക്ക് വിധേയപ്പെടാൻ വളരെ ശക്തമായ പ്രഷർ ഉണ്ടായ ആളാണ് ഞാൻ. അതിൻ്റെ പേരിൽ എൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുമോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു. ഞാൻ അതിനെ എതിർത്തത് കാരണം, അതായത് എൻ്റെ അറബിയുടെ കൂടെ, എൻ്റെ ഫോർമാനായ അറബിയുടെ കൂടെ ബ്ലൂ ഫിലിം കാണാനും മദ്യപിക്കാനും കൂടിയിരിക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിന്. എന്നെ അത് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പക്ഷേ അതിന് ഞാൻ തയ്യാറല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം അന്നത്തെ കാലയളവിൽ ഇത് പുറത്തു പോയാൽ ഇവൻ്റെ തല പോവും. അത് കാരണം ഞാനും ഇവനും കൂടെ തെറ്റിക്കഴിഞ്ഞ് ഇവൻ എന്നെ വണ്ടി കയറ്റി കൊന്നുകളയുമെന്ന് ഉറപ്പായിരുന്നു എനിക്ക്. കാരണം ഇവൻ്റെ ഈ ദുർസ്വഭാവം എനിക്കറിയാം. ആ സാഹചര്യത്തിൽ ഞങ്ങൾ തമ്മിൽ തെറ്റുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിൽ അത് പുറത്തു പോയാൽ അതിന് പ്രശ്നമാണെന്നുള്ളതുകൊണ്ട് അവൻ അതിനുള്ള കരുക്കളെല്ലാം നീക്കിയതാണ്. അന്നുമൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, എൻ്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞിരുന്നു. എങ്കിലും എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ നിലവിളിച്ചു. അന്നൊന്നും ഇതുപോലെ പ്രാർത്ഥനാ സൗകര്യങ്ങളൊന്നും ഇല്ല. ബാത്റൂമിൽ കയറി കഥ കടച്ചിട്ട് അവിടെ മുട്ടുമേ നിന്ന് നിലവിളിച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ തമ്പുരാൻ അത്ഭുതകരമായിട്ട് എന്നെ അതിൽ നിന്ന് വിടുവിച്ചു എന്ന് മാത്രമല്ല, അതിമനോഹരമായ തലത്തിലേക്ക് എന്നെ അവിടെ തന്നെ വളർത്തി. എനിക്ക് അവിടുന്ന് ജോലിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു.
പക്ഷേ അതെനിക്ക് ഒത്തിരി അനുഗ്രഹത്തിന് കാരണമായി. ഒരു കോൺട്രാക്റ്റ് വിസയിൽ പോയ ഞാൻ ഫ്രീ വിസയിലേക്ക് തിരിച്ചു വന്നിട്ട് നല്ല അതിൻ്റെ 3 ഇരട്ടി ശമ്പളത്തിൽ പിന്നെ ജോലി ചെയ്യാനിടയായി. ഞാൻ പറഞ്ഞത്, തോമസ് വർഗീസിനോട് പറയുന്നത്, എൻ്റെ പ്രിയ സഹോദര, നമ്മുടെ കർത്താവ് വലിയവനാണ്. അവനിൽ വിശ്വസിച്ച ആരും അപമാനിതരായിട്ടില്ല, നിന്ദിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തൻ്റെ ഇടമായിട്ട് തിന്മയ്ക്കെതിരെ പോരാടുക. ദൈവം അങ്ങയുടെ കൂടെയുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഒരു കാരണവശാലും ഒരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നവനെ പൗലോസ്ലീഹ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ, അവളുമായിട്ട് വ്യഭിചാരിയുമായിട്ട് നീ ഒന്നായി തീരുകയാണ്, അത് മറ്റേത് പാപത്തേക്കായാലും നിന്ദ്യവും ഹീനവുമാണെന്ന് തിരുവചനം പറയുന്നുണ്ട്. വിട്ടുകളയണം. ഒരു പക്ഷേയെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഇനി അത് ഓപ്പണായിട്ട് ഞാൻ പറയുന്നില്ലെങ്കിലും, ഞാൻ തോമസ് വർഗീസിൻ്റെ ജോലിയെപ്പറ്റിയും സാഹചര്യത്തെപ്പറ്റിയൊക്കെ കുറേ കൂടെ ഞാൻ അവയർനെസ്സാണ്, എനിക്കറിയാവുന്നതുകൊണ്ട്. പക്ഷേ അത് ഓപ്പണായിട്ട് പറയുന്നില്ല. ആ സാഹചര്യത്തെ എന്ത് തന്നെയാണേലും വിട്ടുകളയുക. നാട്ടിൽ പോകണമെങ്കിൽ നാട്ടിൽ പൊക്കോളുക, കർത്താവ് നിന്നെ കാത്തുകൊള്ളും, ബോധ്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരൻ സന്തോഷത്തോടെ ഇന്ന് ദൈവം തന്ന ആ ബോധ്യം, ആ പ്രയർ ഗ്രൂപ്പിൽ പോയി ഈ ബോധ്യം ദൈവം തന്നു. അതുകൊണ്ട് ആ ഇതിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിനോട് വിധേയപ്പെടുക. ദൈവം മനോഹരമായിട്ട് തോമസ് വർഗീസിൻ്റെ കുടുംബത്തെ കാക്കും, സംരക്ഷിക്കും. ഇതിൻ്റെ പേരിൽ ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വിട്ടുകളെ ധീരതയോടുകൂടി ഒരു സാക്ഷ്യമായിട്ട് മാറണം എന്നുള്ളതാണ് ടോംസിൻ്റെയും നിമ്മിയുടെ അഭിപ്രായതാണ്. ഒരു ലാഘവ മനോഭാവം ആവശ്യമില്ല. അത് ഉപേക്ഷിച്ചുകൊണ്ട് ആ സാഹചര്യങ്ങൾ കൂടുതൽ അറിയാവുന്നത് ടോംസിനാണ്, ഇവിടെ ജോലി ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ. അവിടെ ആ സാഹചര്യം വെച്ച് വേണ്ടി വന്നാൽ ജോലി ഉപേക്ഷിച്ച് തന്നെ നമ്മൾ ആ സാഹചര്യം പിന്മാറണം. അപ്പോൾ ദൈവം തോമസ് വർഗീസിനെ പരിപാലിച്ചുകൊള്ളും എന്നുള്ള ഒരു ചിന്തയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. വാസ്തവത്തിൽ തോമസ് വർഗീസ് ഒട്ടും ലാഘവബുദ്ധിയോടെ ഇതെടുക്കാതെ ആ തിന്മയിൽ നിന്ന് അകന്ന നന്മയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹീതമാകും. അതുപോലെ തന്നെ ദൈവം നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് കാത്തു പരിപാലിക്കും എന്നുള്ളതിന് സംശയമില്ല. ആ ഒരു ഉറപ്പ് ഞങ്ങൾ തരികയാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രശ്നപരിഹാരത്തിനായിട്ട് പ്രാർത്ഥന നേരുകയാണ്. തോമസ് വർഗീസും പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. തുടർന്ന് നമുക്ക് രണ്ടാമത്തെ കത്ത് വായിക്കാം. അടുത്ത കത്ത് കൊല്ലത്ത് നിന്ന് സൂസമ്മ എന്ന വീട്ടമ്മയാണ് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛ, എൻ്റെ മകളെ വിവാഹം കഴിച്ച് അവളുടെ ഭർത്താവ് സ്റ്റേറ്റ്സിലേക്ക് കൊണ്ടുപോയി. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായി. ഇപ്പോൾ അവൻ പറയുന്നു പെണ്ണിന് സൗന്ദര്യമില്ല, എനിക്ക് പൊരുത്തപ്പെടുവാൻ ആവുന്നില്ല എന്നും മറ്റും. അവർ അവിടെ ഒരു സെക്സോളജിസ്റ്റിനെ ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ അവൻ്റെ മനോഭാവത്തിൽ യാതൊരു മാറ്റവും കാണുന്നില്ല. എൻ്റെ മകളെ ഓർത്തു ഞാൻ ദുഃഖിതയാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്യും? പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഇതിനൊരു പരിഹാരമുണ്ടാക്കി അച്ഛൻ തരണം. തീർച്ചയായിട്ടും ഞാൻ സുസമ്മയുടെ പ്രശ്നം മനസ്സിലാക്കുന്നുണ്ട്. അവൻ പറയുന്നതിൽ ഒട്ടും കാര്യമില്ല എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് സൗന്ദര്യമില്ലെന്ന് തോന്നി എന്നാണ് ഇപ്പോൾ പറഞ്ഞത് അതേപടി എടുത്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുക. ഒരു സാഹചര്യങ്ങൾ പഠിച്ചിട്ടില്ല. അത് തീർച്ചയായിട്ടും വലിയ തെറ്റ് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ സൂസമ്മ എന്ന വീട്ടമ്മയോട് എനിക്ക് പറയാനുള്ളത്, നാട്ടിൽ വരുമ്പോൾ ഒരു വിവാഹ കൗൺസിലിംഗ് നടത്താനായിട്ട് പ്രേരിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ സൂസമ്മയ്ക്ക് ചെയ്യാനതേ പറ്റുള്ളൂ. പിന്നെ ഒരു സെക്സോളജിസ്റ്റിനെ കാണുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഊഹത്തിലാണ്, ആ തലങ്ങളിലും പ്രശ്നങ്ങൾ കാണാം. അവനത് പറയുന്നില്ലെന്നേ ഉള്ളൂ, സൗന്ദര്യമൊക്കെ പറയുന്നുള്ളൂ. ഇതിനായിട്ട് തീർച്ചയായിട്ടും കൗൺസിലിങ്ങിനോടൊപ്പം ധാർമ്മിക മൂല്യങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഡോക്ടേഴ്സുണ്ട്. അവരെ നമുക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രശ്നങ്ങൾ പരിഹൃതമാക്കുവാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രഭാഷകൻ 11:2 പറയുന്നുണ്ട്, അഴകിന് അമിത വില കൽപ്പിക്കരുത്, അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്. ഞാൻ തീർച്ചയായിട്ടും സുസമ്മയോട് പറയുകയല്ല, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്. ചിലപ്പോൾ സൗന്ദര്യം തോന്നാം, ചിലപ്പോൾ സൗന്ദര്യം പോകാം, എല്ലാം സ്ഥിരമായി നിലനിൽക്കുന്നതല്ല. അതായിരിക്കരുത് നമ്മുടെ കുടുംബജീവിതത്തിലെ വലിയൊരു മാനദണ്ഡം. എനിക്ക് ദൈവം തന്ന ജീവിത പങ്കാളി, അയാൾ എങ്ങനെയാണോ അയാളെ സ്വീകരിക്കുക, അയാളെ സ്നേഹിക്കുക, അങ്ങനെ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് അഴകുണ്ടാകും, അല്ലെങ്കിൽ അവൾക്ക് അഴകുണ്ടാകും.
അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ദൈവം തന്ന വ്യക്തിയിൽ ആ സൗന്ദര്യം കണ്ടെത്താൻ കഴിയുകയാണ് ആവശ്യം. നമുക്ക് സാധിക്കുന്നതാണ്. അതിനൊരു താല്പര്യമാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിവാഹബന്ധത്തെ അവഗണിക്കുന്ന വളരെ തെറ്റ് തന്നെയാണ്. ഏതായാലും ഇത് പരിഹരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുവരെ എൻ്റെ ഒരു അഭിപ്രായം, സ്നേഹപൂർവ്വം മുന്നോട്ട് നീങ്ങാനായിട്ട് മകളോട് പറയണം. ഈ കൗൺസിലിങ്ങും ഈ കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് വരെ കുറച്ചുകൂടെ സ്നേഹം കൊടുത്ത് അവനെ നേടുവാൻ, അവൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞില്ല, പിന്നെ ഇനി അവിടെ പോയിട്ട് കാര്യമില്ല, ഇത് നടക്കുകയില്ല, നിരാശപ്പെട്ട് മാറാതെ, പ്രത്യേകിച്ചും സൂസമ്മ ഈ പ്രശ്നം എഴുതിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് പറയാനുള്ളത്, മകളോട് സ്നേഹത്തോടുകൂടി ഇടപെടാനും കുറച്ചുകൂടി സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വന്തമാക്കാനും ഒന്ന് പ്രേരിപ്പിക്കണം എന്ന് സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതേക്കുറിച്ച് എന്താണ് ടോമിന് പറയാനുള്ളത്? എനിക്ക് ഈ സുസമ്മയുടെ വാക്കുകളിൽ നിന്ന് കാര്യങ്ങൾ വിശദമല്ലെങ്കിൽ പോലും ഇവർ തമ്മിൽ മാനസികമായ ഒരു അകൽച്ച ഉണ്ടായി എന്നത് വ്യക്തമാണ്. കാരണം സൗന്ദര്യം പോരാ, അല്ലെങ്കിൽ അത് പോരാ ഇത് പോരാ എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ മാനസികമായി അകൽച്ച ഉണ്ടായിട്ടുണ്ട്. ഒരു കൊല്ലം കഴിഞ്ഞാണ് ഈ സംഭവത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം അവനെ ഇഷ്ടപ്പെട്ട് കെട്ടിയതാണ്, താല്പര്യപൂർവ്വം അവർ ജീവിച്ചിരുന്നു എന്നതിൻ്റെ സൂചന അതിനകത്തുണ്ട്. അപ്പം അതിന് കാരണം എന്താണെന്ന് കണ്ടെത്താൻ ഈ മകൾ തന്നെയാണ് പരിശ്രമിക്കേണ്ടത്. അവൾക്കതിനകത്ത് സുസമ്മ അവളോട് പറയുമ്പം, ഒന്ന്, ഈ അവൾക്കിന്ന് അവിടെ ജോലിയുണ്ടോ ഇല്ലയോ എന്നറിയില്ല. സ്റ്റേറ്റ്സിലെ അവിടുത്തെ സാഹചര്യങ്ങളെ, അവിടുത്തെ രീതി അനുസരിച്ച് ഇവൾ ഭംഗിയായിട്ട് ഒരുങ്ങി അവൻ്റെ കൂടെ നിൽക്കാനും അവന് ഒരു ഭർത്താവിൻ്റെ ഇഷ്ടം എന്തെന്നറിഞ്ഞ് അവനെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി, തിന്മയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നല്ല കാര്യങ്ങളിൽ ആ തലത്തിൽ ഈ മകള് കുറേ കൂടെ ഉയർന്നാൽ ഒരു പക്ഷേ എങ്കിലേ അതിൽ സന്തോഷമായിട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരിക്കും. അത് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യണം, ആളുകൾക്ക് അപ്പീലിംഗ് ആയിട്ട് ഇടപെടണം, അവൻ്റെ കൂട്ടുകാരോടും ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ അവൻ്റെ സാഹചര്യങ്ങളിലുമൊക്കെ നല്ല ജെൻറ്റിൽമാൻ ബിഹേവിയറുകൾ കാണിക്കുകയും ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു നല്ല സ്നേഹത്തിൻ്റെ ആ അന്തരീക്ഷത്തിൽ വരികയും ചെയ്താൽ സ്നേഹം കൊണ്ട് കീഴടക്കാൻ മേലാത്തതൊന്നുമില്ലെന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഭാര്യ നല്ല സ്നേഹത്തോടെ ഇടപെട്ടാൽ ഏത് ഭർത്താവിനെയും കീഴടക്കാം. പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഭാര്യമാർ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ, വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. യു ക്യാൻ. മോളോടത് പറയണം, അവൾക്ക് കഴിയും. അവൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് സ്നേഹം വെച്ചു വിളമ്പി കൊടുക്കുക. സ്നേഹം കൊണ്ട് അവനെ പൊറുതിമുട്ടിക്കട്ടെ. അവൾ എല്ലാ തരത്തിലും ആ ഒരു തലത്തിൽ അവൾ ഉയരട്ടെ. അവൻ്റെ ഹിതം എന്തെന്ന് അറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയാൽ ഒട്ടും സാധാരണ വിഷയങ്ങളെ ഉള്ളെങ്കിൽ അതിന് പരിഹാരമാണ്. ഇനി അച്ഛൻ പറഞ്ഞ പോലെ സെക്സോളജിസ്റ്റിനെ കാണുന്നു, ഇവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വല്ലതും മടുപ്പുണ്ടോ, അതൊക്കെ നമുക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് മെഡിസിനോ ട്രീറ്റ്മെൻറ്റോ ഒക്കെ വേണമെങ്കിൽ അത് അതിൻ്റെ പ്രോപ്പർ വേയിൽ പോകണം. ഇനി അതൊന്നുമില്ല, നിസ്സാരമായ കാര്യങ്ങളെ ഉള്ളെങ്കിൽ അത് ഇച്ചിരൂടെ തന്മയത്തമായിട്ട് ഇടപെട്ട് പ്രാർത്ഥനയോടുകൂടി ഈശോയിൽ ആശ്രയിച്ച് പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ മുന്നോട്ട് പോയാൽ കുടുംബജീവിതം വലിയ പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് സൂസമ്മ അകലപ്പെടേണ്ട, മോളോട് പറഞ്ഞിട്ട് ആ ഒരു തലത്തിലൊരു ഗൈഡൻസും ഒക്കെ കൊടുത്താൽ മതിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു ചിന്ത. ജോൺസിൻ്റെ അഭിപ്രായത്തിൽ ഞാനാണ് മാറേണ്ടത് എന്ന ബോധ്യത്തോടു കൂടി ഒരു മാറ്റം മകളിൽ വരുത്തുവാൻ ശ്രമിക്കണമെന്നാണ്. ഞാനതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. കാരണം മകൾ മാറേണ്ടതെന്നല്ല, ഈ സെക്സോളജിസ്റ്റിനെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ അവർ പോയി കാണുകയല്ലോ, രണ്ടുപേരും കൂടെ പോയി സെക്സോളജിസ്റ്റിനെ കണ്ടപ്പോൾ എൻ്റെ ഒരു ബോധ്യം സം പ്രോബ്ലം ഉണ്ട്. അത് തീർച്ചയായിട്ടും ഡീൽ ചെയ്യപ്പെടേണ്ടതാണ്, പരിഹരിക്കപ്പെടേണ്ടതാണ്. ഏതായാലും ടോമിച്ചും പറഞ്ഞ വളരെ നല്ല ആശയമാണ്. സുസമ്മ തീർച്ചയായിട്ടും ഒന്ന് മകളോട് തൻ്റെ ജീവിതത്തെ കൂടുതൽ സ്നേഹത്തോടുകൂടി ഇടപെടാനായിട്ട് പ്രേരിപ്പിക്കണം എന്നുള്ള ആശയം തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. നിമിക്കെന്താണ് അഭിപ്രായമുള്ളത്? എനിക്ക് സൂസമ്മച്ചിയോടാണ് പറയാനുള്ളത്. എൻ്റെ അമ്മച്ചിമാർക്കും ഉണ്ടാകുന്ന ഒരു ദുഃഖമാണിത്. മക്കളെ അയച്ചു കഴിഞ്ഞ് അവർക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടാകുന്നത് അമ്മയുടെ ദുഃഖമാണ്. അമ്മ ദുഃഖിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അവർ അമ്മയെ മകളെയും മരുമകനെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുക, തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുക. നമുക്കും പ്രാർത്ഥിക്കാം. പിന്നെ അമിതമായി ദുഃഖിക്കേണ്ട, പ്രഭാഷകൻ 30:23 പറയുന്നുണ്ട്, നീ അമിതമായി ദുഃഖിക്കേണ്ട, നീ നിന്നെ തന്നെ പീഡിപ്പിക്കുകയോ ഒന്നും ചെയ്യണ്ട. അപ്പം നിൻ്റെ ഹൃദയത്തിലുള്ള ആനന്ദം നിനക്കത് ജീവനും ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ സന്തോഷവുമാണ്. അപ്പം നീ അതിനായിട്ട് പരിശ്രമിക്കുക, നീ പ്രാർത്ഥിക്കുക. ഈ സൂസമ്മച്ചി മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു പരിഹാരമുണ്ടാകും. മക്കളുടെ പ്രശ്നം അമ്മമാരുടെ പ്രശ്നമല്ലേ, അതുകൊണ്ട് ഇപ്പം അവരുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ശരിക്കും അറിയത്തില്ല. ഈ അമ്മച്ചിയാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അമ്മച്ചിക്കാണ് നമുക്കിപ്പം അഡ്വൈസ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് അമ്മച്ചിയോട് പറയുന്നത്, അമ്മച്ചിയും പ്രാർത്ഥിക്കുക, നമ്മളും പ്രാർത്ഥിക്കുക, നമുക്കും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ മക്കൾക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ പൊതുവായി കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഈ വ്യക്തികൾക്ക് ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി, ടോംസൺ പറഞ്ഞ പോലെ സ്നേഹത്തിൻ്റെ അനുഭവം കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു നല്ല കൗൺസിലിങ്ങിലൂടെ അവരെ കടത്തിവിടാനും അതിനെ പ്രേരിപ്പിക്കാനും ഒക്കെ അമ്മച്ചിക്ക് പറയട്ടെ. അമ്മ ഒത്തിരി അസ്വസ്ഥപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് സന്തോഷത്തിൽ ഹൃദയത്തെ ശാന്തപ്പെടുത്തണം എന്നുകൂടെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവരും ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വളരെ സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. നമുക്കൊരു വെച്ചവരെ ദൈവത്തിന് സമർപ്പിക്കാം. പരമകാരുണ്യവാനും സ്നേഹം തന്നെയുമായ പൊന്നുതമ്പുരാനെ, ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ കുടുംബങ്ങളെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ കുടുംബങ്ങളിൽ വന്ന് ഭവിച്ചിരിക്കുന്ന അസ്വസ്ഥതകൾ നീക്കി, തിന്മകളുടെ സ്വാധീനങ്ങൾ നീക്കി, കുടുംബ ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാക്കി തീർക്കുവാൻ, പാപത്തോട് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചുകൊണ്ട് ധീരതയോടെ മൂല്യങ്ങൾ നിലനിൽക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com